സിനിമ കാണുന്നത് തിയേറ്ററുകളിൽ നിന്ന് വീടുകളിലേക്ക് മാറിയത് പ്രധാനമായും കോവിഡ് കാലത്താണ്. ലോക്ക്ഡൗൺ കാലത്ത് നെറ്റ്ഫ്ലിക്സും പ്രൈമും ഹോട്ട്സ്റ്റാറും ഒക്കെ കണ്ടിരുന്നെങ്കിലും അപ്പോഴും ഏറ്റവും കൂടുതൽ വിഷ്വൽ കോണ്ടൻറ്റ് കണ്ടുകൊണ്ടിരുന്നത് യൂട്യൂബിൽ തന്നെയായിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോഴിതാ അമീർ ഖാൻ്റെ ഏറ്റവും പുതിയ സിനിമയായ സിതാരെ സമീൻ പർ തിയേറ്റർ വിട്ടാൽ നേരെ ചെല്ലുന്നത് OTT പ്ലാറ്റ്ഫോമുകളിലേക്കല്ല, മറിച്ച് പേപ്പർ വ്യൂ രീതിയിലുള്ള യൂട്യൂബിലാണ്. ഹൈ ക്വാളിറ്റി ബിഗ് ബഡ്ജറ്റ് സീരീസുകളും സിനിമകളുമാണ് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകളുടെ ഫോക്കസ്. യൂട്യൂബിൻ്റേത് യൂസർ ജനറേറ്റഡ് കോണ്ടൻറ്റുകൾ. പിന്നെ എങ്ങനെ അവർ തമ്മിലൊരു മത്സരം നടക്കുമെന്ന് തന്നെയാണ് മാധ്യമ ലോകത്തെ പഠനങ്ങൾ പറയുന്നത്. ഈ ഒരു മത്സരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ കൂടുതൽ ഇൻട്രാക്റ്റീവ് ഗെയിമുകളിലേക്കും ലൈവ് ഷോകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഗ്ലോബൽ റീച്ചിൻ്റെ കാര്യത്തിൽ നെറ്റ്ഫ്ലിക്സിനേക്കാൾ ഒത്തിരി മുന്നിലാണ് യൂട്യൂബ്. ഒരൊറ്റ മാസം 2.5 ബില്യൺ ലോഗ്ഡ് ഇൻ യൂസേഴ്സാണ് യൂട്യൂബിന്. നെറ്റ്ഫ്ലിക്സിന് ലോകമെമ്പാടുമുള്ളത് 250 മില്യൺ വരിക്കാരും. ഈ വരിക്കാരിൽ നിന്നാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ പ്രധാന വരുമാനം വരുന്നത്. എന്നാൽ യൂട്യൂബ് പരസ്യങ്ങളിലൂടെ സമ്പാദിക്കുന്നതിന് പുറമെ അവരുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ വഴിയും മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുകൾ വഴിയും വരുമാനം നേടുന്നുണ്ട്. ക്രിയേറ്റേഴ്സിന് വരുമാനം നേടാനുള്ള അവസരം ഒരുക്കുന്നതുകൊണ്ട് അവരുടെയും ഇഷ്ട പ്ലാറ്റ്ഫോം യൂട്യൂബ് തന്നെ. ഡെയിലി സ്ക്രീൻ ടൈമിലും കൾച്ചറൽ ഇൻഫ്ലുവൻസിലും ഇപ്പോഴേ യൂട്യൂബ് നെറ്റ്ഫ്ലിക്സിനെ മാത്രമല്ല മറ്റേതൊരു ഓഡിയോ വിഷ്വൽ പ്ലാറ്റ്ഫോമിനേക്കാളും മുന്നിലാണ്. അറ്റൻഷൻ്റെ കാര്യത്തിലാണെങ്കിൽ വരും തലമുറയും യൂട്യൂബിൻ്റെ കൂടെ തന്നെയായിരിക്കും. എന്നാൽ ഹൈ ക്വാളിറ്റി കോണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രം യൂട്യൂബിന് നെറ്റ്ഫ്ലിക്സിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മാധ്യമ ഗവേഷകർ കരുതുന്നത്. ഇൻട്രാക്ടിവിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന യുവതലമുറ യൂട്യൂബിനൊപ്പം നിൽക്കുന്നതോടെ നെറ്റ്ഫ്ലിക്സിനെ യൂട്യൂബ് സുഖമായി ഓവർടേക്ക് ചെയ്യുമെന്നും ഉടൻ തന്നെ അതിനെ അപ്രസക്തമാക്കുന്നുവെന്നും കരുതുന്നവരും മാധ്യമ ഗവേഷകരുടെ കൂട്ടത്തിലുണ്ട്.